നമ്മളിപ്പോൾ അയ്യപ്പൻ പാറയിലെത്തിയിട്ടുണ്ട്. ഇന്നിപ്പോൾ പ്രത്യേകിച്ച് ഡെസ്റ്റിനേഷൻ ഒന്നുമില്ലെങ്കിൽ കയറി വന്നു. ഇവിടെ മഴയില്ലായിരുന്നു ഉണ്ട്. മഴ പെയ്താൽ പെട്ടെന്ന് ഉണങ്ങുമെന്ന് പറയുന്നത്. അമ്പലമുണ്ട്. അങ്ങോട്ട് ലൈറ്റിംഗ് ആയതുകൊണ്ട് കിട്ടാൻ പാടായിരിക്കും. ഇതാണ് അയ്യപ്പൻ പാറ. ഇതിൻ്റെ മുകളിൽ നിന്നാലും നമുക്ക് നാടുകാണി പോലെ തന്നെയാണെന്ന് പറയണം. പിള്ളേരൊക്കെ ഓടെയാണ്. പറയുമ്പോൾ നിസ്സാരമാണേ. ഇതിപ്പോൾ വഴുക്കില്ല. ഇനി ഇപ്പോൾ ഇവിടെ നിന്ന് നോക്കിയാൽ നമുക്ക് അങ്ങോട്ടൊക്കെ നല്ല കാഴ്ചകളാണ് കേട്ടോ. നല്ല കാഴ്ച എന്ന് പറഞ്ഞാൽ തന്നെ ഇപ്പോൾ നാടുകാണി എന്ന് പറഞ്ഞാൽ അതായിരിക്കാം, ആ കാണുന്നതായിരിക്കാം. ഇവിടെയൊക്കെ അത്യാവശ്യം ടേപ്പറാണ്. നിശബ്ദമായിട്ടാണ് പോകുന്നത്. പക്ഷെ വേറെ പിള്ളേർ ഒച്ചപ്പാടൊക്കെ ഉണ്ടാക്കി വരുന്നുണ്ട്. എന്നാൽ അവർ പോട്ടെ. അയ്യപ്പന്മാറയിൽ വന്നിട്ട് രണ്ടുപേര് പോകണുണ്ടോ, പാട്ടൊക്കെ ഇട്ട് ഒന്നും ശ്രദ്ധിക്കാതെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കണത്. അതാണ് പുതിയ തലമുറ. പ്രകൃതിയായിട്ട് അവർക്ക് യാതൊരു ബന്ധവുമില്ല. നമുക്ക് കണ്ടെടുത്തോളം അങ്ങനെ ഉണ്ടോ മനസ്സിലായത്. എല്ലാം അങ്ങോട്ട് പോവാം. അവർ പോട്ടെ, വയറൊച്ചപ്പാട്. നമ്മൾ സൈക്കിൾ അവിടെ വെച്ചിട്ടുണ്ട്. ഇവിടെ കാറ്റില്ല കേട്ടോ. ആ ഭാഗത്താണെങ്കിൽ നന്നായിട്ട് കോട വരുന്നുണ്ട്. സൂം ചെയ്ത് നോട്ടെ. ഇതാണ് നാടുകാണി. അപ്പുറത്തെ നാടുകാണി അതായത് ആ ഭാഗത്തു നിന്നാണ് നമ്മളിപ്പോൾ പോകുന്നതെന്ന് തോന്നണ്ട. എൻ്റെ അപ്പുറത്തൊക്കെ വേറെയും മലകളുണ്ട്. ഈ ഭാഗത്ത് ശരിക്കും കോട കയറുന്നുണ്ട് കേട്ടോ. കാണാൻ പറ്റുന്നതാണ്. ഉണ്ട്. കോടവനുണ്ട്. ഇവിടെ ഒരു വീടുണ്ടായിരുന്നു കേട്ടോ. അത് തകർന്നു പോയി. വീടാണോ എന്താണെന്നറിയില്ല. ഓക്കെ, നമുക്ക് മുകളിലോട്ട് പോകാം.
കോട കയറി കിടക്കേണ്ട. എന്നാലും നമുക്ക് ചെറിയ തോതിൽ കാണാം. ഇപ്പം നമ്മൾ കയറി വന്ന വഴികളൊക്കെ തന്നെയാണ് പൈനാപ്പിൾ കൃഷിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ആ പിള്ളേർ അവിടെ പോയി വേണ്ട, അവിടെ നിന്നാണ് ശരിക്കും കാണാം. പക്ഷെ അവരവിടെ സംസാരിക്കുന്നതുകൊണ്ട് നമുക്ക് ഇപ്പോൾ അവിടെ വീട്ടിൽ കാര്യമില്ല. അപ്പോൾ ഇതൊക്കെ ഏതൊക്കെ സ്ഥലമൊന്നും ഒരു പിടിയില്ല, ഒക്കെ അറിയാവുന്നവർക്ക് അറിയാം അല്ലേ. ഒക്കെയായാലും ഇടിവിടുന്നുണ്ട്. പിന്നെ മുകളിൽ കയറാമെന്ന് അറിയില്ല. എന്നാലും ആ ഭാഗത്തൊക്കെ ഇഷ്ടംപോലെ ചെറിയ ചെറിയ മലകളും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റുമെന്ന് അറിയില്ല. മറ്റേ ക്യാമറയിൽ നോക്കാം, തിരിച്ചിറങ്ങുമ്പോഴേക്കും നോക്കാം. ഇപ്പം സമയം എന്തായാലും നോക്കിയിട്ടില്ല, അത് നോക്കാം. അങ്ങോട്ട് പോട്ടെ. അപ്പോൾ ഇതൊക്കെയാണ് ചീട്ടുപൊളിയാണ്. ഇത് ടൂറിസ്റ്റ് പ്ലേസ് ആളുകൾ വന്നിരിക്കുന്നത് പ്രശ്നമുണ്ട്. പ്രകൃതിയായിട്ട് ബന്ധമായിട്ട് ഇതൊന്നുമില്ല. കണ്ടോ നമ്മുടെ ഫോണിലൊക്കെ നോക്കുമ്പോഴത്തേക്ക് ആളുകളെ പ്രകൃതിയായിട്ടൊരു ബന്ധമില്ല. അതാണ് ഏറ്റവും വലിയ പാഞ്ഞു വരുന്നു, ഇതുപോലെ ഓരോന്നെടുക്കുന്നു, പോകുന്നു. ഇതാണ് അയ്യപ്പൻമുടി പ്രകൃതി. നമ്മൾ നാടുകാണി എവിടെ നിന്നാലും കാണാം എന്നാണ് പറയുന്നത്. അതാണ് നാടുകാണി. ഓക്കെ, നമ്മൾ ഇത്രയും ഭാഗം കണ്ടില്ലേ. ഇവിടെ പിന്നെ അധികം വഴുക്കലുണ്ടായില്ല. ഓക്കെ, നമുക്ക് പതിയെ തിരിക്കാം. ഇത് അമ്പലം കണ്ടൽ പാലമരമുണ്ട്. പാലം അപ്പോൾ നമുക്ക് പതിയെ നീങ്ങാം. മറ്റേ ക്യാമറയിൽ നമുക്ക് ഇപ്പോൾ കോതമംഗലം ഡിസ്ട്രിക്ട് തന്നെയാണ്. നമുക്ക് ഒരുപാട് സഞ്ചരിക്കാറുണ്ട്. എന്നാലും കുഴപ്പമില്ല, നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് പോവാം. അപ്പോൾ നമുക്ക് എവിടെ പോയി കഴിഞ്ഞിട്ട് കമന്നറിയില്ല. അതിലൂടെ ഇതാണ് ക്ഷേത്രമാണ്. ഇത് പച്ച കുറവായിരിക്കും, അത് കേസിലിട്ടിരിക്കുകയാണ്. അയ്യപ്പൻ മുടി നാടുകൾ. പിള്ളേർ വയറ് വെച്ചാ കഴിഞ്ഞിട്ട് ആരെ വിളിക്കുന്നതാണ്. കൊച്ചിന് മനസ്സിലായി, ടാറ്റാനുണ്ട്.
അപ്പം ഇതാണ് വേണ്ട കണ്ട. ഇവിടെ നിന്ന് മൊത്തം കാണാം. ഇടികൂടൊക്കെ ഉണ്ട്. ഇവിടെ നിന്ന് മലകളൊക്കെ കാണാമെന്ന് നോക്കാം. ഉണ്ടോ? ഭാഗത്തൊക്കെ നിറയെ മലകളാണ് കേട്ടോ. ഏതൊക്കെയോ മലകൾ, നമുക്ക് പേരൊന്നും അറിയില്ല. ഉണ്ടോ? അവിടെ മറവിലൊരു മലയുണ്ട്, മഞ്ഞ് മൂടി കിടക്കുകയാണ്. അങ്ങനെ ഇങ്ങനെ വരുന്നു. ഓ ഉണ്ട്, സ്വന്തം മാറുന്നുണ്ടേ. ഇപ്പം ഇങ്ങോട്ട് വരുമ്പോൾ കോട. ഇതാണ് നാട് കാണി. അവിടെ നന്നായിട്ട് കോട കയറുന്നുണ്ട് കേട്ടോ. ഉണ്ടോ? നല്ല രീതിയിൽ കോട കയറി പോയിട്ടുണ്ട്. ഇത്ര താഴെയൊക്കെ കോട വരുമോ? പിള്ളേർ എൻജോയ്മെൻ്റാണ്. ഓക്കെ. അപ്പോൾ ഒരിക്കൽ കൂടി നമ്മൾ കേട്ടോ അമ്പലത്തിൻ്റെ അവിടെ നിന്ന് പതിയെ ഇറങ്ങിയാണ് നാട് കാണി. അവരൊക്കെ താഴേക്ക് ഇനി അവിടം വരെ എത്തണം. നമ്മൾ ഇതാ കാണുന്ന ഇറങ്ങിപ്പോകുന്നുണ്ടോ, ആ ഭാഗത്തേക്ക് എത്തണം. ഓക്കെ. മഴ പൊടിഞ്ഞു തുടങ്ങി. ഇതാണ് അവസ്ഥ. ഓക്കെ, ഞാനും നീങ്ങാം. എന്നാലും പിള്ളേർ അവിടെ നിൽപ്പുണ്ട്. എല്ലാവരും സെൽഫി എടുത്ത് കളിക്കുകയാണ്. അപ്പോൾ ഇതിലെ പോണേ നമ്മൾ കുത്തനെയുള്ള ഇറക്കണേ. അല്ല, കുത്തനെയാണ് ചെരുവ് കിടക്കണേ. പക്ഷെ ആ പിള്ളേർ പോയിക്കണണ്ട അവിടെയൊക്കെയാണ് ആ ചെരുവിൽ. അവിടെ ഒരു പഴയ ഇതുണ്ട്, സൈക്ലോണി ഉണ്ട്. അപ്പോൾ പുതിയതായിട്ട് ആളുകൾ കയറി വരുന്നേ ഉള്ളൂ. അപ്പോൾ ആ ഭാഗത്തു നിന്നൊക്കെ ഇതിൻ്റെ മുകളിൽ നിന്നൊക്കെ തട്ടി വീണ് കഴിഞ്ഞാൽ പ്രശ്നമുണ്ടോ. ആ പിള്ളേർ വന്നുണ്ടോ, ആ ഭാഗത്തൊക്കെ പോയി നിൽക്കാം. ഉണ്ടോ? ഇതിൽ വരാം, ഇവിടെ വരാം. ഓക്കെ. തട്ടിയാൽ നമ്മൾ താഴേക്ക് പോവും. തട്ടരുത്. കയറാൻ നേരത്ത് നമുക്ക് അത്രയും തോന്നില്ല, പക്ഷെ ഇറങ്ങാൻ നേരത്തെ ഇച്ചിരി. പിന്നെ ഇത് ഗ്രിപ്പുണ്ട് പാറയ്ക്ക്, അതുകൊണ്ടൊരു ഗുണമുണ്ട്. പിന്നെ അവർ വഴി വെച്ചിട്ടുണ്ട് ഇങ്ങനെ കുറച്ച് ഭാഗത്തേക്ക് കയറാനായിട്ട്. അതുകൊണ്ട് കുഴപ്പമില്ല. അപ്പം നമ്മൾ പതിയെ താഴോട്ട് ഇറങ്ങേണ്ട. ഏതിലേ പോണേ? അതിലേ പോവാം. ഇവിടെയൊക്കെ വെള്ളം ശരിക്കും ഒഴുകിയിട്ടുണ്ട്, ചാലുണ്ട്. ഇവിടെ എന്തൊക്കെയോ കമ്പിയെ കൊടുത്തിട്ടുണ്ട്. മഴ പെയ്താലേ കുടയില്ല, റെയിൻകോട്ടും ഇല്ല. അതുകൊണ്ട് നമ്മൾ ഇറങ്ങിയില്ലെങ്കിൽ പണിയാവും. സൈക്കിളോടെ കാണില്ല. അപ്പം അങ്ങനെ നമ്മളിവിടെ നിന്ന് ഇറങ്ങി കേട്ടോ. ഇറങ്ങി ഇവിടെ എത്തിയിട്ടുണ്ട്.
ഇവിടെയൊക്കെ ഞാൻ ബൈക്ക് കയറ്റാൻ പാടുന്നുണ്ട് അവിടെ, എന്നാലും ഞാൻ ബൈക്ക് കയറ്റിക്കൊണ്ടിരുന്നു. ഓഫ് റോഡിങ് നടക്കില്ല എന്നാണ് എഴുതി വെച്ചിട്ടുണ്ട്, കർശനമായിട്ട് നിർവഹിച്ചിട്ടുണ്ട്. പക്ഷേ ഒരു ബൈക്കും കൊണ്ട് വരികയാണ്. ഓക്കെ, അവിടം വരെ പോകുള്ളൂ. ലെഫ്റ്റ് റോഡ്. ഓഫായി പോയാൽ പണി പാടും. മുകളിലോട്ട് കയറി ഇറങ്ങാൻ ബുദ്ധിമുട്ടില്ല, കയറാൻ നേരത്തെ പണി കിട്ടണം. ഇവിടെ ഓഫ് റോഡിങ് പാടില്ലാന്ന് എഴുതി വെച്ചിട്ടുണ്ട്, കർശനമായി നിർവഹിച്ചിരിക്കുന്നുണ്ട്. പക്ഷെ ആളില്ലാത്ത സമയത്ത് ഇവർ കയറും. ഞായറാഴ്ച ആളുണ്ടാവില്ലെന്ന് അറിയാം അവർക്ക്. അപ്പോൾ ഓക്കെ, നമ്മൾ ഏകദേശം ഇടയിൽ എത്തി. ഏതായാലും അപ്പുറത്തെ നാട് കാണിയിൽ നമുക്ക് കയറാൻ പറ്റിയില്ലെങ്കിലും ഇവിടെ കയറാൻ പറ്റി. അപ്പോൾ ഇന്ന് പ്രത്യേകിച്ച് ഒരു ഡെസ്റ്റിനേഷൻ ഇല്ലയെന്ന് വിചാരിച്ചാണ്. എന്നാലും ഏതെങ്കിലുമൊക്കെ കാഴ്ചകൾ നമുക്ക് വേണ്ടി എവിടെയെങ്കിലുമൊക്കെ ഉണ്ടാവുമല്ലേ. പോയാൽ മതി. നമ്മൾ വീട്ടിലിരിക്കുന്നതുകൊണ്ടാണ്, നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയാൽ പല പല സംഗതികളുണ്ടാവും. ഓക്കെ, ഇപ്പം സംഗതി ഇപ്പം അതിൻ്റെ മുകളിൽ നിന്ന് ഇറങ്ങി നമ്മുടെ സൈക്കിൾ അവിടെ ഇരിപ്പുണ്ട്. സായിപ്പന്മാരാണെങ്കിൽ നമ്മൾ സൈക്കിൾ കയറ്റും കേട്ടോ. സൈക്കിളൊക്കെ ചവിട്ടി കയറ്റും. നമ്മൾ ബൈക്കാണ് കയറ്റാറ്. സായിപ്പന്മാർ സൈക്കിൾ റോഡ് ബൈക്ക് കയറ്റും. അപ്പോൾ നമ്മുടെ സൈക്കിൾ അവിടെ ഇരിപ്പുണ്ട്. ഓക്കെ, അപ്പോൾ തിരിച്ചു പോകാം നമുക്ക്.